ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും വ്യൂനെറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഒരു DSLR നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ DSLR വെച്ചിട്ട് നമുക്ക് എങ്ങനെ ലൈവ് ടെലികാസ്റ്റിംഗ് നടത്താം, അല്ലെങ്കിൽ നമ്മുടെ DSLRനെ എങ്ങനെ ഒരു വെബ്ക്യാം ആക്കി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓൺലൈൻ മീറ്റിങ്ങുകൾക്കാകാം, ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ ഫംഗ്ഷൻസൊക്കെ ലൈവായിട്ട് വിടണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചർച്ചുകളിലൊക്കെ സർവീസസൊക്കെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസ് വെച്ചിട്ട് എല്ലാം ഓൺലൈനായിട്ടാണ് നടക്കുന്നത്. അപ്പം അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ DSLR ഉണ്ടെങ്കിൽ നമുക്കതെങ്ങനെ എളുപ്പത്തിൽ വളരെ കുറഞ്ഞ ചിലവിൽ ചെയ്യാമെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് പറയുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതാണ്. നമുക്കറിയാം, COVID-19 അതിൻ്റെ രണ്ടാം ഘട്ടം നമ്മുടെ നാട്ടിൽ നിന്നും ആരംഭിച്ചിരിക്കുകയാണ്. വളരെ വലിയ വ്യാപനം ഉണ്ടാകുന്നു, ഒരുപാട് പേര് മരണപ്പെടുന്നുണ്ട്, ഒരുപാട് പേർക്ക് അസുഖം പകരുന്നുണ്ട്. സോ നിങ്ങളെല്ലാവരും വീട്ടിൽ തന്നെ ആയിരിക്കുക. നമ്മുടെ ആരോഗ്യ പ്രവർത്തകരും നമ്മുടെ അധികാരികളൊക്കെ പറയുന്നതനുസരിച്ച് നമ്മൾ കഴിവതും പുറത്തോട്ട് ഇറങ്ങാതെ വീട്ടിലിരിക്കുക. അഥവാ എന്തെങ്കിലും അത്യാവശ്യത്തിന് ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ മാസ്ക് ഒക്കെ ധരിച്ച് കൈ സാനിറ്റൈസ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യുക. കാര്യം ഇത് നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്നതല്ല, വലിയൊരു സ്പ്രെഡാണ്. നമ്മൾ വീട്ടിലിരുന്നാൽ മാത്രമേ ഉള്ളൂ ഇതിനെ നമ്മളും ഇതിലൊരു ഭാഗമാണ്. നമുക്ക് വീട്ടിലിരുന്നാൽ മാത്രമേ ഉള്ളൂ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. സോ സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹോം. ഇപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ലൈവ് ടെലികാസ്റ്റിംഗ് നമ്മൾ നോർമലി നമ്മുടെ ഈവൻറ്റ് മാനേജ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫി ഒരു സ്റ്റുഡിയോ അവരൊക്കെ ലൈവ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകും. മെയിൻലി വെഡ്ഡിങ്ങുകൾ ലൈവ് ചെയ്യുന്നുണ്ടാകും, വലിയ വലിയ ഈവൻറ്റ്സുകൾ ഇതൊക്കെ ലൈവ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകും. ആ ലൈവ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ നമ്മുടെ വീഡിയോ ക്യാമറാസ് ഉണ്ടാകും, ക്യാം കോഡേഴ്സ് അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റ് ക്യാമറാസ് ഉണ്ടാകും, അല്ലെങ്കിൽ DSLRലായിരിക്കും. അതിൽ നിന്ന് വരുന്ന വീഡിയോയെ അവരൊരു HDMI വഴി ഒരു ഡിവൈസിലേക്ക് എത്തിക്കുകയാണ്, ഒരു വീഡിയോ കൺട്രോൾ ഡിവൈസിലേക്ക് എത്തിക്കുന്നു. ആ ഡിവൈസിൽ നിന്നും USB വഴി ഇത് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്നു. എന്നിട്ട് കമ്പ്യൂട്ടറിൽ നിന്ന് നമ്മൾ ഒരു റൗട്ടർ യൂസ് ചെയ്തിട്ട് അതിനെ ഇൻ്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യുകയാണ് മെയിൻലി ചെയ്യാറ്. അങ്ങനെ ലൈവായിട്ട് പോകാറാണ് മെയിൻലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞു ഓൾറെഡി വീഡിയോ HDMI വഴി അയക്കുന്നു, കേബിൾ വഴി ഇപ്പം വയർലെസ് ആയിട്ടുള്ള ഡിവൈസസ് അവൈലബിൾ ആണ്. അതായത് വയർലെസ് ആയിട്ടുള്ള ഡിവൈസ് ജസ്റ്റ് കണക്ട് ചെയ്താൽ മതി. അതിൽ നിന്ന് അതിൻ്റെ ഒരു റിസീവർ, ഒരു ട്രാൻസ്മിറ്റർ ഉണ്ടാകും, ഇത് ക്യാമറ വെക്കും, ഒരു റിസീവർ നമുക്കുണ്ടാവും. റിസീവറിൽ നിന്ന് മറ്റേ ഞാൻ പറഞ്ഞ ഡിവൈസിലേക്ക് അതിൻ്റെ വീഡിയോ വരും. ആ ഡിവൈസിൽ നിന്നും നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. 3-4 ക്യാമറകളെ ചിലപ്പോൾ ഒരുമിച്ച് സ്വിച്ചേഴ്സൊക്കെ ഉണ്ടാവും, 3-4 ക്യാമറകളെ നമുക്ക് ഒരുമിച്ച് കണക്ട് ചെയ്യാൻ പറ്റും. പല ഡിവൈസസ് അവൈലബിൾ ആണ്. മെയിൻലി അങ്ങനെയാണ് ഈ ഒരു ലൈവിൻ്റെ പ്രോസസ്സ് നടക്കുന്നത്. ഇനി ഇതിനൊക്കെ ഈ ഡിവൈസിനൊക്കെ നല്ല കോസ്റ്റ്ലിയാണ്. അത്യാവശ്യം മിനിമം ഒരു 20,000, 30,000, പിന്നെ 50,000 അങ്ങനെ ലക്ഷം റുപ്യ വരെ നമുക്ക് ചിലവാകുന്ന റോഡാണ് ഇപ്പോൾ പറഞ്ഞ ഈ ലൈവ് ടെലികാസ്റ്റിങ്ങിൻ്റെ പരിപാടി. എന്നാൽ നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് എങ്ങനെ ഒരു DSLR നമ്മുടെ കയ്യിലുണ്ട്, അത് വെച്ച് ഏത് DSLR ആയിക്കോട്ടെ, USB പോർട്ടുള്ള ഏത് DSLR ആണെങ്കിലും നമുക്കത് വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ മെയിൻലി പറഞ്ഞിരുന്നത് ക്യാനൻ്റെ കാര്യമാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ക്യാനൻ യൂസറാണ്. അതുകൊണ്ട് തന്നെ ഞാനിത് യൂസ് ചെയ്യുന്നതാണ്. എൻ്റെ ചർച്ചിൽ, ഞാൻ പോകുന്ന ചർച്ചിൽ ഞങ്ങൾ ലൈവ് ടെലികാസ്റ്റിംഗ് ചെയ്യുന്നൊരു മെത്തേഡാണിത്. ഞാൻ പറഞ്ഞു തരുന്നത് ആ മെത്തേഡ് തന്നെയാണ് ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരുന്നത്. മെയിൻലി ഒരു USB കേബിൾ ഇതുപോലത്തെ, ഇത് എനിക്ക് തോന്നുന്നു ക്യാമറകളുടെയൊക്കെ കൂടെ കിട്ടുന്ന ഒരു കേബിളാണ്. ഇതുകൊണ്ട് ഇത് ക്യാമറയെ കണക്ട് ചെയ്യുന്ന ചെറിയ മിനി ബി എന്നാണ് ഈ പോർട്ടിൻ്റെ പേര്. ഇത് ക്യാമറ കണക്ട് ചെയ്യുന്ന ഒരു USB പോർട്ടാണിത്. ഇത്രയൊരു USB കേബിൾ ഉണ്ടെങ്കിൽ നമുക്ക് ലൈവ് ചെയ്യാൻ പറ്റും. അതായത് ഈ HDMI വഴി അല്ലാതെ USB വഴി നമുക്കിതിനെ ഒരു വെബ്ക്യാമായിട്ട് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ നോർമലി ലോജിടെക്കിൻ്റെയൊക്കെ വെബ്ക്യാമുകൾ കണ്ടിട്ടുണ്ട്, നമ്മുടെ ഡെസ്ക്ടോപ്പിലൊക്കെ യൂസ് ചെയ്യുന്നവർക്കറിയാം വെബ്ക്യാമുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ക്യാമറയെ ഒരു വെബ്ക്യാമായിട്ട് മാറ്റാൻ പറ്റും. അതിന് വേണ്ടത് നമുക്കപ്പോൾ ഓർക്കും, ഇതിന് ഇത്രയും നീളമേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ഈ USB കേബിളിൻ്റെ എക്സ്റ്റൻഷൻ കോഡ് മേടിക്കാൻ കിട്ടും. ആമസോൺ ബേസിക്സ് എന്ന് പറഞ്ഞിട്ട് ബ്രാൻഡാണ്, ആമസോണിൻ്റെ തന്നെ ബ്രാൻഡാണ് ആമസോൺ ബേസിക്സ്. അവരുടെ ഒരു കേബിളുണ്ട്, എനിക്ക് തോന്നുന്നുണ്ട് 6 ഫീറ്റോ 9 ഫീറ്റോ കണ്ട് അതിന് നീളമുള്ളത് കിട്ടും. നല്ല നീളമുള്ള പല ലെങ്തിലുള്ളത് അവൈലബിൾ ആണ്. ഒരു ലെങ്തിലുള്ളത് മേടിച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് അത്യാവശ്യം നല്ല നീളത്തിൽ ക്യാമറ കൊണ്ട് മാറ്റി വെക്കണം, കമ്പ്യൂട്ടർ വേറെ സ്ഥലത്താണെങ്കിൽ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിനെ നമുക്ക് വെബ്ക്യാമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഈ വെബ്ക്യാമിന് നമ്മുടെ കമ്പ്യൂട്ടറിൽ നമുക്ക് EOSൻ്റെ ക്യാമറയുടെ ക്യാനൻ്റെ EOSൻ്റെ വെബ്ക്യാം എന്ന് പറഞ്ഞിട്ടൊരു EOS വെബ്ക്യാം എന്ന് പറഞ്ഞിട്ടൊരു ഡ്രൈവർ അവൈലബിൾ ആണ്. ക്യാനൻ്റെ വെബ്സൈറ്റിൽ കയറിയാൽ നമ്മുടെ ക്യാമറ ഏതാണോ അതിൻ്റെ മോഡൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഡ്രൈവർ കാണാൻ സാധിക്കും. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കമ്പ്യൂട്ടറിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ക്യാമറ വെബ്ക്യാമായിട്ട് ഡിറ്റക്റ്റ് ചെയ്യുന്നതാണ്. എന്നിട്ട് നമ്മൾ OBS അല്ലെങ്കിൽ വയർകാസ്റ്റ് അതുപോലത്തെ ഏതെങ്കിലും ലൈവ് സ്ട്രീമിംഗ് സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ നമുക്ക് ആ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് വീഡിയോ സോഴ്സായിട്ട് ഈ ക്യാമറ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് വെബ്ക്യാമായിട്ട് അവിടെ യൂസ് ചെയ്യാൻ പറ്റും.
ഇനി അതല്ല, നമുക്ക് ഏതെങ്കിലും സൂം അല്ലെങ്കിൽ ഫ്രീ കോൺഫറൻസ് കോള്, മറ്റേ സിസ്കോ വെബെക്സ് മീറ്റിങ്സ്, അങ്ങനത്തെ ഗൂഗിൾ മീറ്റ്, അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഇതിന് നമുക്ക് യൂസ് ചെയ്യണം. നമ്മളൊരു അത്യാവശ്യം നല്ലൊരു കോൺഫറൻസിൽ പങ്കെടുക്കുകയാണ്, നമുക്കതിന് യൂസ് ചെയ്യണമെങ്കിലും നമുക്ക് ഈ മെത്തേഡ് തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ആ സോഫ്റ്റ്വെയറിലും എല്ലാം ഇത് കോമ്പാറ്റബിൾ ആണ്. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ USB വഴി ഇത് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ ബാക്കി വീഡിയോസ് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഗൂഗിളിൽ പോയിട്ട് canon EOS webcam യൂട്ടിലിറ്റി ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പം ക്യാനൻ്റെ വെബ്സൈറ്റ് വരും. ആ വെബ്സൈറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേന് അവരുടെ വെബ്സൈറ്റിൽ നമുക്ക് ഈ സോഫ്റ്റ്വെയർ അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കും. ഇതാണ് ക്യാനൻ്റെ വെബ്സൈറ്റ്. അതിലേക്ക് നമ്മൾ നേരെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പം അതിനകത്ത് നമുക്ക് ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് എന്ന് അവർ ചോദിച്ചിട്ടുണ്ട്. ഒന്ന് വിൻഡോസ് ഉണ്ട്, മാക്കും ഉണ്ട്. അപ്പം ഞാൻ വിൻഡോസാണ് യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഞാൻ വിൻഡോസിൻ്റെ അവരതിനകത്ത് ഏതൊക്കെ സോഫ്റ്റ്വെയറിൽ കോമ്പാറ്റബിൾ ആണെന്ന് അവർ കാണിച്ചിട്ടുണ്ട്. യൂട്യൂബിൽ പറ്റും, സൂം ഉണ്ട്, OBS ഉണ്ട്, മൈക്രോസോഫ്റ്റ് ടീംസ്, സിസ്കോ, അങ്ങനെ ഒരുപാട് സോഫ്റ്റ്വെയറിൽ സപ്പോർട്ടിംഗ് ആണിത്. സോ നമുക്ക് സ്ക്രോൾ ചെയ്തായിട്ട് വന്നിട്ട് ഇവിടെ നമുക്ക് ക്യാമറയുടെ മോഡൽ ഏതാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഇത്രയും ക്യാമറ മോഡലുണ്ട്. EOSൻ്റെ അതുകൊണ്ട് പവർ ഷോട്ടിൻ്റെ ചെറിയ ഡിജിറ്റൽ ക്യാമറ ഉണ്ടായിരുന്നു ക്യാനൻ്റെ, അതിൻ്റെ 3 മോഡലും ഇത് സപ്പോർട്ടിംഗ് ആണ്. നമുക്ക് EOS നോക്കുമ്പോൾ കുറേ ഉണ്ട്. പിന്നെ ചിലപ്പോൾ 600D ഒന്നും ഇതിനകത്ത് കണ്ടെന്ന് വരില്ല. അത് റിബൽ T6i T3i അങ്ങനെയൊക്കെ ആയിരിക്കും കിടക്കുന്നത്. അതേതാണെന്നുള്ളത് നിങ്ങൾ ഒന്ന് നെറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ചിലപ്പോൾ നിങ്ങളുടെ 200Dയോ അതൊന്നും ചിലപ്പോൾ ഇതിനകത്ത് കണ്ടു എന്ന് വരില്ല. അങ്ങനെയുള്ളപ്പം ആ റിബൽ കൂട്ടി കിടക്കുന്നതെല്ലാം 600D ആണ് റിബൽ T3i എന്ന് പറയുന്നത്, T6i അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതാണോ വേണ്ടത് ആ മോഡലിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ 600D ആണ് കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. T6i ക്ലിക്ക് ചെയ്തു. T6i ആണെന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ നോക്കിയില്ല. ഞാൻ ഓൾറെഡി ഇതിനകത്ത് സോഫ്റ്റ്വെയർ ഉണ്ടാവും. ഞാൻ ജസ്റ്റ് ഒരു ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ താഴെ നമുക്ക് സോഫ്റ്റ്വെയർ ലിസ്റ്റ് വരും. അതിൽ EOS webcam യൂട്ടിലിറ്റി ഉണ്ട്. EOS webcam യൂട്ടിലിറ്റി ഉണ്ട്. ആ വെബ്ക്യാം യൂട്ടിലിറ്റിയിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ആവുന്നതാണ്. നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അവരൊരു നമ്മുടെ മെയിൽ, നമ്മുടെ നെയിം, ഫുൾ നെയിം, പിന്നെ ഇമെയിൽ ID ഒക്കെ അവർ ചോദിക്കാറുണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. കൊടുത്തു കഴിയുമ്പോഴത്തേന് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡൗൺലോഡ് ആവുന്നതാണ്. ഒരു സിപ്പ് ഫയലായിട്ടായിരിക്കും വരുന്നത്. നമുക്ക് ഡൗൺലോഡ് ആയതിനു ശേഷം നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്യാമറ കണക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ അത് കാണിക്കും. ഇപ്പം നമുക്ക് ഇത് ആവശ്യമില്ല. യൂട്ടിലിറ്റി അതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ആണ്, അത് കിറ്റ് ചെയ്താൽ മതി. അതിനകത്തൊന്നുമില്ല, കാരണം ഡ്രൈവർ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. എന്നിട്ട് നമുക്ക് OBS ഓപ്പൺ ചെയ്ത് നോക്കാം. OBS ഓപ്പൺ ചെയ്തു. ഞാൻ അടുത്ത സോഴ്സ് സെലക്ട് ചെയ്യുകയാണ്. ആദ്യത്തെ സോഴ്സായിട്ട് നമ്മുടെ വീഡിയോ ക്യാപ്ചറിങ് ഡിവൈസ് എന്നുള്ളതിനകത്ത് സോഴ്സിനകത്ത് ഞാൻ EOS webcam യൂട്ടിലിറ്റി എന്ന് നമുക്ക് കാണാൻ പറ്റും. എൻ്റെ വെബ്ക്യാമിൻ്റെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ EOS webcam യൂട്ടിലിറ്റി എടുത്തു. അതാണ് ഞാൻ സോഴ്സായിട്ട് കൊടുത്തത്. അപ്പം ക്യാമറ, എൻ്റെ ക്യാമറയിലെ വിഷ്വൽസാണ് ഇപ്പോൾ ഈ കാണുന്നത്. കണ്ടോ, നിങ്ങൾക്ക് കാണാം ക്യാമറയിലുള്ള ഇത്. ക്രോപ്പ് സെൻസർ ക്യാമറ ആയതുകൊണ്ടാണ് ഇങ്ങനെ 2 സ്ക്രീനിൽ ചെറുതായിട്ട് ബ്ലാക്ക് കാണുന്നത്. അപ്പോൾ നമുക്ക് അതനുസരിച്ച് വേണമെങ്കിൽ ഇവിടെ ഇതുപോലെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തതിനെ നമുക്ക് ആ സ്ക്രീൻ കറക്റ്റ് ഫുൾ HDയുടെ ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഞാനതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫിറ്റായിട്ടുണ്ട്. നമുക്ക് ക്ലിക്ക് ചെയ്താൽ പ്രോഗ്രാം മോഡിലേക്ക് കണ്ടോ, അത് റെഡി ആയിട്ടുണ്ട് അത്യാവശ്യം. കണ്ടോ, നമ്മളെങ്ങനെ മൂവ് ചെയ്താലും അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ലേറ്റൻസി ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് USB വഴി നമുക്ക് സ്ട്രീം ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഞാനിതിനെ ഒന്ന് യൂട്യൂബിൽ ജസ്റ്റ് ഒന്നൊരു ഡെമോ സ്ട്രീം ചെയ്ത് കാണിക്കും. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് സ്ട്രീം ഇവിടെ കൊടുത്താൽ കിട്ടും. ഞാനത് ഓൾറെഡി യൂട്യൂബ് കണക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്. സെറ്റിങ്സിൽ പോവുക, സ്ട്രീം എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഇവിടെ യൂട്യൂബ് സെലക്ട് ചെയ്തു. അതിൽ സ്ട്രീം കീ നമ്മുടെ ചാനലിൽ പോയിട്ട് നമുക്ക് ലൈവ് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഇതുപോലെ ഗോ ലൈവ് കൊടുത്തു കഴിയുമ്പം ലൈവിൻ്റെ ഡാഷ്ബോർഡിലോട്ടാണ് വരുന്നത്. ഇതിനകത്ത് നമുക്കിങ്ങനെ കാണാം. താഴെ കണ്ടോ, സ്ട്രീം കീ കിടപ്പുണ്ട് താഴെ. അത് കോപ്പി ചെയ്യുക. അത് കോപ്പി ചെയ്തിട്ട് നമുക്ക് ആ OBSൽ കൊണ്ട് പേസ്റ്റ് ചെയ്താൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ കോപ്പി ആയി കിടക്കുന്ന സ്ട്രീം കീ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുക. കണ്ടോ, അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് അങ്ങോട്ട് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് കണ്ടോ കൊടുത്തു കഴിഞ്ഞാൽ അതായിക്കോളും. ഇനി സ്റ്റാർട്ട് റെക്കോർഡിങ് കൊടുത്തു കഴിഞ്ഞാൽ, സ്റ്റാർട്ട് സ്ട്രീമിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ലൈവ് പോകുന്നതാണ്. നമുക്കിപ്പോൾ ഇവിടെ ഇതിൽ കാണാൻ പറ്റും. ലൈവ് ഇപ്പോൾ ആക്റ്റീവ് ആവും. കണ്ടോ, ലൈവായി തുടങ്ങി. സ്ട്രീം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, നമ്മളവിടെ ക്യാമറ വെച്ചേക്കുന്ന ആ വിഷ്വൽസ് നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പോൾ അത് മാറ്റിക്കഴിഞ്ഞാൽ എങ്ങനെ വെള്ളം വരും. ഞാനിപ്പോൾ ഇത് ഡെമോ ആയതുകൊണ്ട് തന്നെ ഞാൻ എൻഡ് ചെയ്യാണ്. ഇങ്ങനെയാണ് നമുക്ക് ഈ EOS വെച്ചിട്ട്, ക്യാമറ വെച്ചിട്ട്, DSLR വെച്ചിട്ട് നമുക്ക് USB വഴി ലൈവ് ചെയ്യാൻ പറ്റുന്നത്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒപ്പം ഷെയർ ചെയ്യുക. സോ പുതിയൊരു വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ അതുവരേക്കും ബൈ.